ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ലാലേട്ടന് പബ്ലിക്ലി എന്ന് പറയും. അവരെന്നുള്ളൊരു വാക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. തെറ്റായ രീതിയിൽ പ്രചരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചതിൽ ചിലപ്പോൾ അത് കൺവേ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് രമേശ് ചേട്ടൻ ഈ തർക്കപരിഹാരത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും അദ്ദേഹം അവരോട് സംസാരിച്ചതിന് പ്രകാരം എന്നോട് മാപ്പ് എഴുതി തരണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അവര് പറഞ്ഞു എന്നുള്ളതാണ്. അവരെന്നുള്ള വാക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഇമ്മീഡിയറ്റ്ലി ക്ലാരിറ്റി എത്തണം പോയിട്ട് ക്ലാരിറ്റി വെച്ചത്. ജസ്റ്റിസ് ഫോർ അൻസുബ എന്നും കൂടെ കമന്റ് ഇടുക. എല്ലാവരും എൻ്റെ ലുക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ടിട്ട് വെറുതെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യല്ലേ. കാരണം അമ്മ സംഘടനയിലെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ BJP അതിനിടയ്ക്ക് ഞാൻ പച്ച ലൈറ്റും ഒക്കെ കത്തിക്കൊണ്ട് മീശയും ഇതൊക്കെ അടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഇനി നിങ്ങൾ വേറെ വല്ല കഥകളൊന്നും അടിച്ചിറക്കൊന്നും ചെയ്യല്ലേ. എൻ്റെ പൊന്നു മക്കളെ, അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. വേറെ ഒന്നുമല്ല, എൻ്റെ ലൈറ്റ് ചില ആൾക്കാർക്ക് ബ്ലൂവും റെഡും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നു പറയുന്നു. അതുകൊണ്ട് മാത്രമാണ് എന്ന് പച്ചയിലൊന്ന് പിടിച്ചത്. ഇനി എൻ്റെ ഇപ്പോഴത്തെ ലുക്കും കൂടെ കണ്ടിട്ട് ദേവി എതിർത്ത് ഇനി പുതിയ കഥകളൊന്നും ഇറക്കി വിടരുത്. അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറയുവാണ്. ജസ്റ്റിസ് ഫോർ അൻസുബെന്നും കൂടെ കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്കും ഒരു ഹൈപ്പും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ട് സബും ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. അപ്പം ഇന്ന് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അൻസിബയുടെ വിഷയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആൾക്കാരുടെ അടുത്തിട്ട് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ ആരും ഒന്നും കാണുന്നില്ല. കൂടി വന്ന 1000 വ്യൂസ് മാത്രം. എന്നിട്ട് ഞാൻ ഡെയിലി ഇതിനെക്കുറിച്ച് ഇടുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് നീതി കിട്ടാൻ വേണ്ടിയാണ്. ഒരാളെങ്കിൽ ഒരാൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അത്രയും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തില്ലെങ്കിലും ഒന്ന് ലൈക്കെങ്കിലും അടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഒരു ലൈക്കെങ്കിലും അടിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. അപ്പം ഇന്നത്തെ പ്രസ് മീറ്റിൽ പിഷാരടിയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ചില ആൾക്കാരൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ അൻസിബയെ കുറിച്ച് നെഗറ്റീവൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വീട് വിട്ടുപോയത് ആ കൊച്ചു തന്നെ ഇൻസ്റ്റയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മാലാപാർവതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അതും ഞാൻ വെച്ച് തരാം. കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ ഞാനൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ ടെനി ടോമും തമ്മിൽ നടക്കുന്ന തർക്കം പരിഹരിക്കാനായിട്ട് ശ്രീ രമേശ് പിഷാരടി ഇടപെടുകയും അദ്ദേഹം ആ തർക്ക പരിഹാരത്തിനായിട്ട് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രീ ടെനി ടോമുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. ആ വിവരം അദ്ദേഹം എന്നെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ശ്രീ രമേശ് പിഷാരടി എന്നോട് മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനോട് ശ്രീ ടെനി ടോമിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ആ ആവശ്യം അദ്ദേഹം എന്നോട് പറയുകയും അത് നടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ദയവേത് ശ്രീ രമേശ് പിഷാരടി ചേട്ടന് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം എന്നോട് മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ കുറേ ആൾക്കാർ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിഷാരടി ഒരു കോൺഗ്രസ് നേതാവാണ്, എല്ലാവർക്കും കുറേ MLA ആണ്. ഇതിപ്പോൾ BJP വിഷയങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങ് ശോഭ ഉൾപ്പെടെ വരെ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണോ? അത് നിങ്ങൾ തന്നെ പറയുന്നത്, നിങ്ങൾ തന്നെ പറ. ശോഭാ സുരേൻ അങ്ങനെയൊക്കെ കാണിക്കൂ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും അൻസിബ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ. അതിലോട്ട് നമുക്ക് വരുന്നതിന് മുമ്പ് മാലാ പാർവതി സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. നമുക്ക് ചെയർമാനെ വിളിച്ച് അത് നടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്ന നാരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഓഡിയോ അവർ ലീക്ക് ചെയ്യുന്നു. ആത്യന്തികമായി അവർ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. ആ പദവിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമം നടത്തുകയാണ്. ആ ശ്രമത്തിൽ അവർ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? ശ്രമത്തിൽ എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളത് ഒറ്റയ്ക്കല്ല. ശ്രീമതി ശ്വേതാ മേനോൻ സംഘടനയിൽ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരുപാട് പേരുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കൊച്ചു കുട്ടികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ലക്ഷ്മി പ്രിയുണ്ട്, ടിനിയുണ്ട്, അങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ അവർക്കുണ്ട്. കാരണം ഇതേ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഇവർക്ക് പല ഓപ്പർച്യൂണിറ്റികളും പല അവസരങ്ങളും ഒക്കെ ഇവർ വിചാരിച്ച് നടക്കും. നിസ്സാരമായിട്ട് പറ്റുന്ന കേസുകെട്ടുകളൊക്കെയാണ് അത്. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന്മാരും സിനിമയിലൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്? സിനിമയിൽ വന്ന് അഭിനയിച്ചില്ലെങ്കിൽ എന്താ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ. എന്ത് കാര്യമാണെങ്കിലും ചിക്കിളി മാത്രം മതിയല്ലോ പല കാര്യങ്ങളും നടന്നു പോകാനാ. ഞാൻ ബാക്കിയും കൂടെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനറൽ ബോഡി എന്ന് പറയുന്ന ഒരു സംഘം അത് ഒരു അപെക്സ് ബോഡിയാണ്. അത് എവിടെയാണ് അപെക്സ് ബോഡി ആവുന്നത്? ഇങ്ങനെ മാസ് റിസൈനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ, അബാൻമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരന്റ് ലോ എന്ന് പറയുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ട് ആണ്. ആ സൊസൈറ്റി ആക്ട് പ്രകാരമാണ് 1955 ആക്ടിൽ ഇത് അപെക്സ് ബോഡിയിലേക്ക് പോകുന്നതാണ് നിയമം. അപെക്സ് ബോഡി എന്താ പറയുന്നത്? അപെക്സ് ബോഡി എടുക്കുന്ന തീരുമാനം അത് ജനറൽ ബോഡിയാണ്. അത് എടുക്കുന്ന തീരുമാനമാണ് ഫൈൻ. അവിടെ വെച്ചാണ് അവർ രാജ്യം പ്രഖ്യാപിക്കുന്നത്. അവരാണ് ഒരു താൽക്കാലിക സമിതി ഏൽപ്പിക്കുന്നത്. അത് ബഹുമാനിക്കേണ്ടതാണ്. അത് ബഹുമാനിച്ചിട്ട് അടുത്ത ഇലക്ഷൻ അവർ നിന്ന് തിരിച്ചു വരണം. പക്ഷേ അവർക്ക് വേണ്ടത് കണക്ക് അവർ തന്നെ തിരുത്തണമെന്നാണ്. അവർ തന്നെ തിരുത്തിയാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയം വരുന്നത്. എന്താണ് ഇത്രയധികം കണക്ക് അതിനകത്ത്? അവർ തന്നെ നോക്കിയാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന കണക്കൊന്നുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ എന്താണ് വരുന്നത് എന്നുള്ള ആലോചനയും സംശയവും ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾക്ക് അവരെ കുറിച്ച് ആ തരത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല.
കണ്ടില്ല, അവർ തന്നെ പറയുന്നുണ്ട് ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണക്ക് കൂട്ടുമ്പോൾ കുറച്ച് ആൾക്കാർ വേണം, അതിനെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അത് അംഗീകരിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ 1-2 10-60 ലക്ഷം രൂപയുടെ കണക്കുകൾ വരാനുണ്ട്. പിന്നെ ലക്ഷ്മിപ്രിയ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകാൻ നേരത്ത് ഇതിൽ നിന്ന് ചില്ലറ പൈസകളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടെന്നൊക്കെ നമ്മുടെ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് അതിന് 15 ലക്ഷം രൂപ കിട്ടുമെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതിലോട്ട് വരുന്നതിന് മുമ്പ് വേറൊരു വീഡിയോ കൂടെ ഒന്ന് കാണാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നത് കൊണ്ട് അകത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചത്. അത് വേണ്ട രീതിയിൽ സംഘടനയിലെ അംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല. എല്ലാവരും പെട്ടെന്ന് പറയുന്നത് എന്തിനാ പുറത്തു പോയി പറയുന്നത്, എല്ലാ പ്രശ്നവും നമുക്ക് അകത്ത് തീർക്കാം, എല്ലാ പ്രശ്നവും അകത്ത് തീർക്കാം, പുറത്തു പോയി വീഴ്പ്പലക്കലേ എന്ന് തുടങ്ങിയ ഉപദേശങ്ങളാണ് കൂടുതലും വരുന്നത്. ഇത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അൻസിബ ഹസൻ ഉണ്ടാക്കുന്ന ഈ ഇടപെടലുണ്ടല്ലോ, ഇത് അമ്മയ്ക്ക് കൂടുതൽ ഒരു പേര് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് ഭാവിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ ഗുരുതരമായ പ്രശ്നം അതിനകത്തൊരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് അതിന് കുറച്ചുകൂടി ജനാധിപത്യം നൽകുകയാണ് അൻസിബ ചെയ്യുന്നത്. എല്ലാ വ്യക്തികളും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ കഴിഞ്ഞ ജനറൽ ബോഡിയിലും എല്ലാവരും സംസാരിക്കുകയായിരുന്നു. ഇതിനകത്ത് വ്യക്തിപരമായി നമുക്ക് പല തലത്തിൽ നിന്ന്, പല രംഗത്ത് നിന്ന്, പല രീതിയിലുള്ളവരൊക്കെയാണ് സിനിമയെ അഭിനയത്തിലെത്തുന്നത്. അപ്പൊ നിങ്ങളുടെ സാംസ്കാരിക ഔന്നത്യം അല്ലെങ്കിൽ സാംസ്കാരികമായ ഒന്നുമില്ലാത്തവരാണ്, അങ്ങനെ ഒന്നും അധിക്ഷേപിക്കരുത്. ഞങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ ഒരു ചെറിയ സംഘടനയാണ് അമ്മ. അവിടെ പലതരം മനുഷ്യരുണ്ടാവും, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരുണ്ടാവും. അത് നിങ്ങളെപ്പോലെ പെരുമാറിയൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ സംഘമാണ്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് അവിടെ ഞങ്ങൾക്ക് തെറ്റുപറ്റാം, തിരുത്താം. ഇതെല്ലാം നമ്മൾ അതിനകത്ത് ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി ഒരു പെണ്ണേ അല്ല, പെൺ നേതൃത്വത്തിൽ നിൽക്കുന്നവർ മാത്രമാണ് പെണ്ണെന്ന് പറയുന്ന ഈ തരം തെളിവ് നമുക്ക് സംഘടനയ്ക്ക് അകത്തുനിന്ന് കിട്ടി, സമൂഹത്തിൽ കിട്ടി. സമൂഹത്തിന് ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് പിന്നെ തിരുത്തപ്പെടും. നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആക്കി ജനങ്ങളുടെ മുമ്പിൽ എത്തിയുകൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ സംഘടന അകത്ത് ഈ ലക്ഷ്മിപ്രിയൊക്കെ ബോധിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് ചേച്ചി? ബോധിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവൾ ഫൈറ്റ് ചെയ്തിരുന്നു. ഈ പറയുന്ന അൻസിബ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നിന്നുള്ള വിജയമാണ് സത്യം പറഞ്ഞാൽ. നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഈ പറയുന്ന അൻസിബയ്ക്ക് കൂടെ ഉണ്ടോണ്ട് അവളും സേഫായി. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തെ കുറേ വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്നും തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ അദാനിക്ക് BJP സെറ്റപ്പൊക്കെ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ കിടപ്പുണ്ട്. ഉടനെ തന്നെ വന്ന് ഞാൻ പറയാം, തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ചില എക്സ്ക്ലൂസീവ് അതിനകത്ത് വരാനാണ് കൂടുതലും ചാൻസ്. പിന്നെ അതിൽ ബ്ലോഗ്സിൻ്റെ അടുത്ത് വരാനും കൂടുതലും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ചാനൽ നിങ്ങൾ എന്തായാലും സബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ കൂടെ ഒന്ന് ചെയ്തേ. ആ പ്രശ്നമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഒരു പെൺ നേതൃത്വത്തിൽ നിൽക്കുന്നവർ അയ്യോ ഇനി പെണ്ണുങ്ങളൊന്നും വരില്ലേ, ഇനി പെൺ നേതൃത്വം ഉണ്ടാവില്ലേ? അൻസിബ ഒരു പെൺകുട്ടിയാണ്. അവർ തിരിച്ചു വരാൻ പോവുകയാണ്. അവർ ഒറ്റയ്ക്കല്ലാന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്യുന്നു. അവർ ഒറ്റയ്ക്കല്ലാന്ന് ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രശ്നമാണ്. ഞാൻ പറയുന്നില്ല ഇത് പൂർണ്ണമായും ശരിയാണെന്ന്, ഞാനത് വിശ്വസിക്കുന്നുമില്ല. അതാണ് ഞാൻ വേറൊരു കാര്യം. ഓക്കെ, അതിനേക്കാളും ഇതിപ്പം മഴവിലും പോട്ടെ, മനോരമയ്ക്കകത്ത് വന്നൊരു ന്യൂസാണ്. ഇന്ന് 24-നകത്ത് അവർ കൊടുത്ത കുറച്ച് കാര്യം ഇതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് കാണണം, മിസ് ചെയ്യരുത്. ഇനി അങ്ങോട്ടുള്ളത് മിസ് ചെയ്യാതെ കാണുക. അപ്പുറം ചില ഗുരുതരമായ കാര്യങ്ങളിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറുന്നുണ്ട്. നിങ്ങളുടെ വാർത്താ സമ്മേളനത്തിലടക്കം ആ ഓഡിയോ ബൈറ്റ് അത് നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നീട് അതിൽ പത്മജിയുടെ പ്രതികരണം വരുന്നത് വളച്ചൊടിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ നോക്കൂ, വലിയൊരു ഗുരുതരമായ ആരോപണമാണ്. താങ്കളെ പോലെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി പൊതുസമൂഹത്തിൽ വന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ സാധൂകരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി താങ്കൾക്കുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് പത്മജ മേനോന്റെ ആ ബൈറ്റ് മാത്രമേ എനിക്കറിയാവുള്ളൂ. അങ്ങനെ ഒരു പടം വരുന്നതിനെ കുറിച്ച് ശ്വേത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞതായി അവർക്കാർക്കും അറിയില്ല, ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇത് രണ്ടും അറിയാത്ത സ്ഥിതിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവ് അമ്മ സംഘടനയിലേക്ക് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ശ്വേതയെ ഒഴിവാക്കുന്നതെന്നും അവരെങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് സത്യം പറഞ്ഞാൽ ചർച്ചയിലൊക്കെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടെ നിർത്തിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായേനെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ. ഈ പത്മജ എന്ന് പറയുന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പം അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടും. സേതാമേതൻ മേനോൻ പ്രസിഡന്റ് ആണെങ്കിൽ അടുത്ത മാസം 15 ലക്ഷം കൂടെ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഞങ്ങൾ ഈ ഒരു സംഘടന രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ലക്ഷ്മിപ്രിയയാണ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത്. പക്ഷേ 15 ലക്ഷമല്ല 15 കോടിയാണെന്ന് നമ്മൾ വേറൊരു രീതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചാനലിൽ അത് പറയുകയും ചെയ്ത്. ഈ പത്മജയൊക്കെ എന്താണെന്നറിയാം ചെയ്യുന്നത്, ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി വന്നിട്ട് ഇതുപോലുള്ള ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യും. ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അത് പത്മജയോട് ചോദിച്ചപ്പോൾ പത്മജ പേടിച്ചു. ആ പത്മജ എന്ന് പറഞ്ഞ സ്ത്രീ
ചോദിച്ചപ്പോൾ അവർ പേടിച്ച്. അതാണ് സത്യത്തിൽ ഇത് ചെയ്തത്. അവർക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന പോലെ യൂട്യൂബ് ചാനലിൽ കണ്ടതാ അല്ലെങ്കിൽ മറ്റേ ചാനലിൽ കണ്ടതാ മറിച്ച ചാനലിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി പോകും. അതുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ ഇത് വളച്ചൊടിച്ചതാണെന്നുള്ള രീതിയിലാണ്. പത്മജ പറഞ്ഞത് ഇന്ന് രാവിലെ എല്ലാവരും കേട്ട് കാണും. ഈ മാലാപാർവതി ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ പറയുന്നത് കേട്ടില്ല, അദാനി ഗ്രൂപ്പ് 15 കോടി എന്നൊക്കെ. സംഭവം ഇതാണ് സത്യം പറഞ്ഞാൽ. ഏതോ നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ട് പഠിച്ചിട്ട് പോയി ഡയലോഗ് അടിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് യൂഷ്വൽ സൈക്കോ, അതുൽ വ്ളോഗ്സ് ഇവരെ പോലുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് പ്രസൻറ്റ് ചെയ്തേനെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള രീതിയിലാണ്. അപ്പം ലക്ഷ്മിപ്രിയയുടെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അതിനകത്ത് അദാനിയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ലക്ഷ്മിപ്രിയയാണ്. നമ്മുടെ ചാനലിൽ പണ്ട് ഇതൊക്കെ സംസാരിച്ചാണ്. 15 ലക്ഷം രൂപ വരും, 1 2 അല്ല 15 ലക്ഷം രൂപ വരും. പക്ഷെ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 15 കോടി എന്നുള്ള രീതിയിലാണ്. എൻ്റെ ലക്ഷ്മിപ്രിയയെ ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞ ലക്ഷ്മിപ്രിയ ഒരു ലോക തോൽവിയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം പറയാലോ. അതിന് ഉത്തരവാണ് എനിക്ക് വേണ്ടത്. ഞാനല്ല അതിന് ഉത്തരം പറയണം. ഞാനല്ല സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, എന്താണ് കണക്ഷൻ? 24 ന്യൂസിൽ തന്നെ ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിയില്ലേ? അങ്ങനെ ഒരു കാര്യമേ അവിടെ നടന്നിട്ടില്ല. ഞാൻ സൈനേ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത്? എങ്ങനെയാണ് അറിയുന്നത്? അവരെ എങ്ങനെയാണ് അൻസിബയെ ജിഹാദിയാക്കുന്നത്? എങ്ങനെയാണ് അവരെ മേത്തച്ചയാക്കുന്നത്? ആ പെൺകുട്ടി സംസാരിക്കുന്ന ഓരോ കാര്യത്തിനും അവരെ പോലീസ് സ്റ്റേഷനിൽ ഓടിച്ച് കയറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അവരെ രാജീവ് കൊടപ്പിരക്കുന്ന ഒരു കൺട്രോളറിന്റെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് അതിനെ ഭീഷണിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? അമ്പലത്തിലെ പൈസ വേണ്ട, ഒരു മതസ്ഥാപനത്തിലെ പൈസ നമുക്ക് വേണ്ട എന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ആ അമ്പലത്തിൽ തന്നെ വിളിച്ച ഒരു മുസ്ലിമാണ് ഇത് എതിർത്തതെന്ന് പറയുന്നത്. അതിന്റെ പേരിൽ ഈ കുട്ടിക്ക് വർഗീയവാദം ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഫോൺ ചെയ്ത് പറയുന്നത്. എന്നെ വിളിച്ച് പറഞ്ഞല്ലോ 4 പേരെ മതം മാറ്റാൻ നോക്കിയത്. എന്തിനാ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്? അതെ, അതിനൊക്കെ എന്താ ഉത്തരവില്ലയോ? നമ്മുടെ അസിത സഹീർ പുള്ളി ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന അപ്ഡേറ്റും കാര്യങ്ങളല്ലേ പുറത്തു വിടുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓരോന്ന് അന്വേഷിച്ചിട്ടാണ് പുറത്തു വിടുന്നത്. ഇവർ ചോദിക്കുന്നതിന് ഒരു ഉത്തരവും ഇല്ല. മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? ഇത് ചോദിക്കുന്നതാണോ തെറ്റ്? അതിന് ഞാൻ തെളിവ് തരണോ? മനസ്സിലായില്ല പറയുന്നത്. താങ്കൾ തെളിവ് തരണം എന്നുള്ളതല്ല ശ്രീമതി മാലാപാർവതി പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അല്ലല്ല, താങ്കൾ തെളിവ് തരണമെന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. താങ്കൾ ഉന്നയിച്ച ആരോപണം അല്ലെങ്കിൽ താങ്കൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഗൗരവമൊന്നും കുറച്ചല്ല ഞാൻ പറഞ്ഞത്. അത് ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായും അതിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് കേൾക്കാത്തതാണ്. അപ്പോൾ താങ്കളോട് തന്നെ ചോദിക്കുകയുള്ളൂ. അങ്ങനെയാണ്, അല്ലാതെ താങ്കൾ ഉന്നയിച്ച ആരോപണത്തിനെ അങ്ങനെയല്ല കേട്ടോ. താങ്കളെ ഞാൻ താങ്കൾ അത് പ്രൂവ് ചെയ്ത് പോകണം എന്നുള്ളതൊന്നും അല്ല പറഞ്ഞത് ശ്രീമതി മാലാപാർവതി. അത് ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ സാധിച്ചതുകൊണ്ട് ചോദിച്ചു എന്നുമാണ്. നമ്മൾ ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന അതാണ് ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഇത് നോക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്നതാണ്. ഈ എന്താണ് ഒരു ഹിന്ദി സിനിമയ്ക്ക് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു പ്രത്യേക സാഫർണൈസേഷൻ സംഭവിച്ചതിന് ശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകൾ മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അവിടെ തന്നെ ഉണ്ടാകുന്ന കഥകൾ, ഇപ്പൊ കാശ്മീരി ഫയൽസ് പോലെയുള്ള സിനിമകൾ നമ്മൾ കണ്ടതാണ്. അവിടെ മറ്റൊരു ഞങ്ങൾക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യത്തിൽ ഇവിടെ ഒന്ന് മുസ്ലിം ആൾക്കാരെ നല്ല ലൈഫിൽ കാണിക്കാൻ പാടില്ല എന്നുള്ള നെറേറ്റീവ് അവിടെ വരുന്നു. ഏതായാലും ഹിന്ദി സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. മനുഷ്യരെല്ലാം കാണുന്നത് മലയാളവും തമിഴുമാണ്. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ആലോചനയാണോ വരുന്നത് എന്ന് സ്വാഭാവികമായി ഒരു ആശങ്ക വരുന്നത് തെറ്റാണോ? അത് ഒരു അതിവികാരമാണോ? ആണോ? അത് അമ്മ പോലെ ഒരു സംഘടന, താരസംഘടന, ആക്ടേഴ്സിന്റെ മേഖലയിലേക്ക് വേറെ ഒരു അജണ്ട ക്രീപ്പ്. ഞാൻ ഒരിക്കലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയല്ല. ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുമ്പോൾ അത് മതേതര കേരളത്തിനോട് തുറന്നു പറയണം എന്ന് തോന്നുന്നതിൽ എന്താണ് തെറ്റ്? നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മലയാള സിനിമ ഈ ബി ജെ പിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാനുള്ളതല്ല. അതും കൂടെ മനസ്സിലാക്കിയാൽ നല്ലതല്ല ആൾക്കാർക്കും. കാരണം കഴിഞ്ഞ 10 വർഷത്തെ തന്നെ സിനിമക്കാർ കൂടുതൽ SFA കമ്മ്യൂണിസ്റ്റുകാരെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് പടം ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇനി BJPയുടെ കുറെ നല്ല വർഷങ്ങളൊക്കെ കാണിച്ച് എന്തിനാ കേരളം മുടിപ്പിക്കാനാണോ അങ്ങനെ പിടിച്ചിട്ട്? അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നാണവും മാനവും ഇല്ലാതെ. അവർക്കൊക്കെ ചെന്നിട്ട് കൊട പിടിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ അമ്മ സംഘടനയിലെ ലക്ഷ്മിപ്രിയ പോലുള്ളവരും ഈ പറയുന്ന ചേതാമേനെ പോലുള്ളവരൊക്കെ ഇതൊക്കെ എന്തിനാണോ ഈ കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ താങ്കൾ സംസാരിച്ച് വന്നതിൽ ആദ്യഘട്ടത്തിൽ ഇടപെട്ടതാണ്. ആ പോയിന്റ് അപ്പോഴേക്കും താങ്കൾ വിട്ടുപോകുകയും ചെയ്തു. നോക്കൂ, അങ്ങനെ ആ ഒരു ചർച്ചയിൽ 24 തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ആ വിവരങ്ങൾ തേടിയ ഘട്ടത്തിൽ ആ ഓഡിയോ സാന്ദർഭികമായി താങ്കളിലേക്ക് എത്തുകയായിരുന്നു അല്ലെ? അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ കൂടി പറയും. അത് സാന്ദർഭികമായിട്ടാണ് ഞാൻ ഓക്കെ അത് വിട്. വേറെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിക സുമാരന്റെ വോയിസാണ്. ഞാനത് വെക്കാൻ മറന്നു. അതും കൂടെ വെക്കാം. ആയിക്കോട്ടെ രേണു സുധി. എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിരത്തി
തപ്പിപ്പിടിച്ച് ആദ്യം ഒരാളെ കിട്ടിയത് രേണുസുതി. അതിനെന്തോ അസുഖമാണ്, എനിക്ക് ഫസ്റ്റ് ഞാൻ കുട്ടിയെ അറിയത്തില്ല. അതിനെന്തോ അസുഖമാണെന്ന് പറഞ്ഞു അതിനെ കുറച്ച് ദിവസത്തേക്ക് വിട്ടു. അപ്പൊ ടെസ്റ്റ് ഫ്രീ ആയി കിട്ടി. അത് കഴിഞ്ഞ് 5 കിട്ടി. എല്ലാം കഴിഞ്ഞ് വീണ്ടും രേണുസുതി ആരോഗ്യമൊക്കെയാണെന്ന് തിരിച്ചു വന്നപ്പോൾ ഇന്നലെ തൊട്ട് നമ്മൾ കാണുന്നത് അവരുടെ കുടുംബത്തിലേക്ക് കയറുക. എന്താണ് ഈ ചെറുപ്പക്കാര് അവിടെ നിന്ന് ഇറക്കി വിട്ട ഈ എന്താണ് കുട്ടിയുടെ പേര് നാദിയോ ആ കുട്ടിയെ പറ്റിയോ ഈ സെക്യൂരിറ്റി കാണിച്ച് തെറ്റാണോ ശരിയാണോ അതോ നാടകമാണോ ആരുടെങ്കിലും ഒരു അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കുറേ ചർച്ച ചെയ്തതാണേ. ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മേഡം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കൊണ്ടാണ്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊരു പരിഹാരം ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഞാൻ ചെറിയൊരു വീഡിയോ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ചില കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി. മെയിനായിട്ട് ക്ലിയർ ആക്കാനുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ എന്താ പറയണ്ടേ, ഈ പറയുന്ന അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടിയുടെ, അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തത്. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.